ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക തോറ്റെന്നാണല്ലോ IRGC പറയുന്നത്. അല്ല, പറയുന്നത് അത്ര നിസ്സാരമായി നമ്മൾ തള്ളണ്ട. കാരണം മൊത്തത്തിൽ ഈ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് നിലവിലുണ്ടായിരുന്ന ചില സങ്കല്പങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. യുദ്ധം തുടങ്ങുമ്പോൾ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, നമ്മൾ ഉൾപ്പെടെ ലോകത്തെ പലരും പറഞ്ഞത് ഇറാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉപരോധത്തിൽപ്പെട്ടിരിക്കുന്ന രാജ്യം, അതുകൊണ്ട് വളരെ എളുപ്പം ഇറാനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? പക്ഷേ ഇറാൻ അത്ര ദുർബലമല്ല എന്ന് ഈ യുദ്ധത്തിൽ തെളിഞ്ഞു. ഒന്നാമത്തെ പോയിൻ്റാണ്. നമ്മൾ ഈ യുദ്ധത്തെ മൊത്തത്തിൽ ചില പോയിൻറ്റ്സ് ആയിട്ട് എടുക്കാം. എന്താണ് ഈ യുദ്ധത്തിൻ്റെ ഒരു ഔട്ട്കം? ഒരു ആദ്യത്തെ ഭാഗം ഞാൻ പറയുന്നത് എൻ്റെ ചില നിരീക്ഷണങ്ങളാണ്. നമുക്ക് പ്രിയ അതേക്കുറിച്ച് സംസാരിക്കാം. ഒന്ന്, ഇറാൻ അത്ര ദുർബലമായ ഒരു രാജ്യമല്ല എന്ന് വ്യക്തമായി, ശരിയല്ലേ? യോജിക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്, അമേരിക്ക വിചാരിച്ചാൽ എന്തും സംഭവിക്കും, അമേരിക്കയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. നോക്കൂ, അമേരിക്കയുടെ ഡസൻ കണക്കിന് വിമാനങ്ങൾ പോയി, 2 വിമാനവാഹിനി കപ്പലുകൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രിസിഷൻ സ്ട്രൈക്കാണ്. കൃത്യമായി ഉന്നം വെക്കുന്ന സ്ഥലത്ത് തന്നെ ഇറാൻ ഇത്രയും ദൂരത്തിരുന്ന് അടിച്ചു. അപ്പോൾ അമേരിക്ക ഒരു വലിയ ശക്തിയാണ്, പരാജയപ്പെടുത്താൻ കഴിയാത്ത ശക്തിയാണെന്നുള്ള ഒരു തോന്നൽ ഇല്ലാണ്ടായി. രണ്ടാമത്, ഒരു വലിയ മൂല്യത്തകർച്ച ഉണ്ടായത് ആർക്കാണെന്നറിയോ? ട്രംപിനാണ്. ട്രംപ് എന്തോ വലിയ സംഭവമാണെന്ന് കരുതി. പക്ഷെ ട്രംപ് അത്ര വലിയ സംഭവമൊന്നുമില്ല, വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളാണ്. ട്രംപിന് എന്ത് പറയുന്നു അറിയത്തില്ല. ഓരോ നിമിഷവും ഞാൻ ഇന്നടിക്കുമെന്ന് പറയും, ഇന്നടിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്, അമേരിക്കയുടെ ഇതപര്യന്തമുള്ള പ്രസിഡന്റുമാരിൽ ഏറ്റവും വില കുറഞ്ഞ ആളായിട്ട് മാറി, അല്ലേ? വാക്കിന് വിലയില്ല, എന്തു ചെയ്യണമെന്നറിയില്ല. ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആളും ഒരുപക്ഷെ ട്രംപാണ് എന്ന് ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്തുമായിരിക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ കേട്ടിട്ടുള്ളത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എന്തൊരു രാജ്യമാണ്, ഭയങ്കര സേഫാണ്. ഇസ്രയേലിൻ്റെ ശക്തി, ഇസ്രയേലിൻ്റെ അയൺ ഡോം, അത് മൊസാദ് അവിടെ നിൽക്കട്ടെ, അയൺ ഡോം. ഇസ്രയേലിൻ്റെ ഈ അയൺ ഡോമിനെ മറികടന്ന് ഡേവിഡ് സ്ലിങ്, ആരോ, അല്ലേ, പാട്രിയറ്റ് അമേരിക്കയുടെ അയൺ ഡോം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇസ്രയേലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ സങ്കല്പം തെളിഞ്ഞു. അയൺ ഡോം ഭേദിക്കാമെന്ന് കരുതി ഇസ്രയേലിന് ചവർ പോലെ ഇസ്രയേലിൽ വന്ന് മിസൈൽ വീണു. അപ്പോൾ ഇസ്രയേലിനെ കുറിച്ചുള്ള സങ്കല്പം മാറി. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടിരുന്നത്, ലോകത്തെമ്പാടും കരുതിയിരുന്നതും എണ്ണയില്ലാത്തൊരു എമിറേറ്റ്സ്, അതാണ് ദുബായ്. അതുകൊണ്ട് ദുബായ് പറഞ്ഞു, എണ്ണയ്ക്ക് പകരം ഒരു ലോകത്തിന് മുന്നിൽ അവരുടെ വാതിലുകൾ തുറന്നിട്ട് അവർ പറഞ്ഞു, ഇങ്ങോട്ട് വരൂ, ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും സേഫ് ഹെവൻ, ഏറ്റവും സുരക്ഷിതമായ, നിങ്ങൾക്ക് സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, സമ്പന്നതയോടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ദുബായ് എന്ന് പറഞ്ഞിരുന്ന ആ സങ്കല്പം പൊളിഞ്ഞു, ഇല്ലേ? ദുബായിൽ അതിമാരകമായ ആക്രമണം ഉണ്ടായി. അപ്പം ടൂറിസത്തെ വല്ലാതെ ബാധിച്ചു. ദുബായിയുടെ സമ്പദ്ഘടന, UAE സമ്പദ്ഘടനയെ പോലും വല്ലാതെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറി. പിന്നെ നമ്മൾ പറഞ്ഞത്, ഇപ്പം യമനിലൊക്കെ വലിയ ആക്രമണം സൗദി അറേബ്യ നടത്തുന്നുണ്ട്. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ നിലം പരിശാക്കും എന്നൊക്കെ പറഞ്ഞു. വളരെ ധീരമായ ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞു. സൗദി അറേബ്യക്ക് അത്ര വലിയ ധീരതയൊന്നുമില്ല എന്ന് നമ്മൾ കണ്ടു. ഇറാൻ എത്ര അടിയടിച്ചു, സൗദി എന്ത് ചെയ്തു? ഇടയ്ക്കെല്ലാം മിസൈലൊക്കെ വിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. UAE പോയി അടി കൊടുത്തെന്ന് ഒരു കഥയുണ്ട്. പക്ഷേ UAE കാണിച്ച അത്രയും പോലും ധൈര്യം, ധീരത സൗദി അറേബ്യ കാണിച്ചു. മക്കയിലേക്ക് പോലും മിസൈൽ അയച്ചു. അതാണ് സൗദി അറേബ്യയുടെ ധീരത എന്ന് പറയുന്ന ഒരു പരിവേഷത്തിന് വല്ലാത്ത മങ്ങലേറ്റു. ഇനി നമ്മൾ കാണുന്നത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെയാണ്. ഖത്തർ നമ്മൾ കരുതിയതിനേക്കാളും വലിയ കാപട്യമുള്ളൊരു രാജ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? ഖത്തർ എടുക്കുന്ന നിലപാട് അമേരിക്കയുടെ കൂടെയാണോ? അതെ. തീവ്രവാദ സംഘടനകളുടെ കൂടെയാണോ? അതെ. ഹമാസിൻ്റെ കൂടെയാണോ? അതെ. ഇങ്ങനെ കാപട്യം അല്ലെങ്കിൽ ഇരട്ടത്താപ്പിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് ഖത്തർ എന്നുള്ളൊരു ഇമേജ് ഈ യുദ്ധത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടു. ഇനിയോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിമാനവാഹിനി കപ്പലുകളുടെ വലിയ വ്യൂഹം, അതും അതിൻ്റെ ഡിസ്ട്രോയർ, അകമ്പടി വാഹനങ്ങളൊക്കെ ആയിട്ട് അമേരിക്ക പോയി. എന്നിട്ട് കപ്പൽപ്പട, അമേരിക്കയുടെ 7th ഫ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് എന്നിട്ട് എന്ത് പറ്റി? ഇതെല്ലാം വലിച്ചുകൊണ്ട് ഓടേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പലുകൾക്ക് ആക്രമണം കിട്ടി, അല്ലേ? അടികിട്ടി, പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറയുന്ന ഒരു സാധനം സാമ്പത്തികമായും സൈനികമായും വലിയ പ്രയോജനമല്ല എന്ന് ഈ യുദ്ധം തെളിയിക്കപ്പെട്ടു. ഇത് നേരത്തെ മനസ്സിലാക്കിയ ആളുകളുണ്ട്, അതറിയോ?
റഷ്യക്ക് ഒറ്റ വിമാനവാഹിനി കപ്പലില്ല. റഷ്യ പറഞ്ഞു ഇത് വേസ്റ്റാണ്, ഇത് ഈ വലിയ കൊട്ടാരം പോലത്തെ സാധനം ഒന്നോ രണ്ടോ ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പമുള്ളൊരു സാധനം കടലിൽ കൊണ്ടിട്ടാൽ ആർക്കും ഒരു മിസൈലും കൊണ്ട് അതിനെ ഉന്നം പിടിക്കാം. കാരണം വലിപ്പം കൂടുന്തോറും മിസൈലിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇത് അനാവശ്യമാണ് എന്ന് കരുതി റഷ്യ ഉപേക്ഷിച്ചു. അമേരിക്കയ്ക്ക് 1 ഡസൻ അടുത്ത് വിമാനവാഹിനി കപ്പലുകളുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടത്, ഇറാനിൽ വലിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടന്നിരുന്നു യുദ്ധത്തിന് തൊട്ട് മുമ്പ്. അപ്പോൾ അമേരിക്കയുടെ അടിയും കൂടി വരുമ്പോൾ ഇറാൻ ജനതയാകെ അവരുടെ സർക്കാരിനെ അട്ടിമറിക്കും എന്ന് പറഞ്ഞിരുന്നു. സംഭവിച്ചില്ല. ഇറാൻ ജനത അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതാണ് നമ്മൾ കണ്ടത്. കാരണം മതവികാരത്തെക്കാളും വലുതാണ് ദേശീയ വികാരം എന്നുള്ള ഒരു ബോധ്യം ഈ യുദ്ധത്തിലൂടെ തെളിയിക്കപ്പെട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വലിയ ആയുധ സമ്പത്ത്, പണക്കൊഴുപ്പുള്ള ആയുധങ്ങളെക്കാളും ഏറ്റവും പ്രധാനം എന്താണ്? ചിലവ് കുറഞ്ഞ മിസൈലുകളും ഡ്രോണുകളുമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. മാത്രമല്ല ഇൻ്റലിജൻസ് ഗാദറിങ് അത് ഏറ്റവും അതുകൊണ്ടാണല്ലോ ഖമനേയി എവിടെയാണെന്നുള്ളത് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഖമനേയിയെ കൃത്യം ടാർഗറ്റ് ചെയ്ത് ഇസ്രയേൽ വധിച്ചു എന്ന് പറയുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ എവിടെയൊക്കെയാണെന്ന് കൃത്യം കണ്ടുപിടിച്ചിട്ട് അവിടെ ആക്രമിക്കുന്നു. UAE ആണവ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമിക്കുന്നത് അതിൻ്റെ ജനറേറ്ററിനെയാണ് ഹിറ്റ് ചെയ്യുന്നത്. ജനറേറ്ററിനെ ഹിറ്റ് ചെയ്യുന്നൊരു സൂചനയാണ്. ഞങ്ങൾ വിചാരിച്ചാൽ മറ്റതുകൂടി അടിക്കാൻ പറ്റും, പക്ഷേ ജനറേറ്ററെ ഞങ്ങൾ അടിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ പറ്റുന്നു? കൃത്യമായ മൊസാദിന് മാത്രമല്ല ഇറാനും കഴിയുന്നു. അപ്പോൾ പണച്ചെലവുള്ള വലിയ ആയുധങ്ങൾ, ഭീമൻ വിമാനവാഹിനി കപ്പലുകളെക്കാളും വളരെ പ്രധാനമാണ് ഇൻ്റലും ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ പോലെയുള്ള ആയുധങ്ങളുമൊന്നും ഈ യുദ്ധം തെളിയിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ തോറ്റില്ല. ഇറാൻ തോക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ തോക്കാതിരുന്നത് അമേരിക്ക ജയിക്കാതിരുന്നതുകൊണ്ടാണ്. അമേരിക്ക ജയിക്കാതിരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ്? ഞങ്ങൾ തോൽക്കില്ല എന്ന് ഇറാൻ തീരുമാനിച്ചതുകൊണ്ടാണ്, അല്ലേ? ഞങ്ങൾ തോൽക്കില്ല എന്ന് ഇറാൻ തീരുമാനിച്ചുകൊണ്ട് അമേരിക്ക ജയിച്ചില്ല. അമേരിക്കയ്ക്ക് ജയിക്കാമായിരുന്നു. എങ്ങനെയാണെന്നറിയോ? അമേരിക്കയ്ക്ക് ജയിക്കണമെങ്കിൽ അമേരിക്കൻ പട്ടാളക്കാർ ബൂട്ടിട്ട് ഇറാനിൽ ഇറങ്ങണമായിരുന്നു. ഭരണമാറ്റം ഉണ്ടാകരുത്. മിസൈൽ അയച്ച് ഭരണമാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഭരണമാറ്റം ഉണ്ടാക്കണമെങ്കിൽ അവിടെ അമേരിക്കൻ ബൂട്ട്സ് ഇറാൻ മണ്ണിൽ ഇറങ്ങണമായിരുന്നു. അത് സാധിച്ചില്ല. അത് കാരണം അമേരിക്കയെ സംബന്ധിച്ച് വലിയ കാഷ്വാലിറ്റി, ഡസൻ കണക്കിന് 100 കണക്കിന് പെട്ടികളിൽ അമേരിക്കൻ ഭടന്മാർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അതൊഴിവായി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാൽ. ഇതാണ് മൊത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചില പോയിൻറ്റ്സുകൾ. ഇപ്പോൾ നോക്കൂ, ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കുമ്പോൾ ആർക്കാണ് മെച്ചം? ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം സംബന്ധിച്ച് 60 ദിവസത്തിനകം ചർച്ച ആയിട്ടില്ല. അത് സംബന്ധിച്ച് വേറെ ചർച്ച തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി $1200 കോടി റിലീസ് ചെയ്ത് കൊടുക്കും അമേരിക്ക. കാരണം ഉപരോധം മൂലം അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുന്നത് ഇറാൻ്റെ അസറ്റിൽ $2400 കോടി റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ചർച്ചയ്ക്ക് ശേഷം, ചർച്ച തുടങ്ങുമ്പോൾ $1200 കോടി വരുന്നു. $2400 കോടി കിട്ടുന്നുണ്ട്. അതുകൂടാതെ സൗത്ത് കൊറിയ, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് വാങ്ങിയ എണ്ണയുടെ കാശ് കൊടുക്കാനുണ്ട്, അത് കിട്ടും. അപ്പോൾ സാമ്പത്തികമായി ഇറാന് വലിയ തോതിലുള്ള ഒരു സാമ്പത്തികമായ പുനരുജ്ജീവനം ഉണ്ടാവുന്നു. ഇനി മാത്രമല്ല ഉപരോധം മാറുകയാണ്. ഉപരോധം മാറിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറാൻ എവിടെയും എണ്ണ വയ്ക്കാം. അപ്പോൾ ഇറാൻ എന്നുള്ള രാജ്യം അതിസമ്പന്നതയിലേക്ക് തിരിച്ച് നടക്കാൻ പോകും. വലിയ തകർച്ച ഉണ്ടായി. ഇറാൻ കിളച്ച് മറിച്ചതുപോലെ തകർത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇത് റീബിൽഡ് ചെയ്യാനുള്ള പണം വീണ്ടും വരികയാണ്. അത് മാത്രമല്ല, ഈ ഹോർമുസ് എന്ന് പറയുന്ന ഒരു കടലിടുക്ക് സ്വന്തമായിട്ട് കിട്ടി. സൂയിസ് കനാൽ ഈജിപ്തിനുള്ളതുപോലെ ഇറാന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ സമ്പൂർണ്ണമായി പറയാമോ എന്നറിയില്ല. നിയന്ത്രണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ നമ്മളൊരു 14 പോയിന്റാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൽ ഹോർമുസ് സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുമോ എന്നറിയില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ലോകത്തെമ്പാടുമുള്ള കപ്പലുകൾ എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യൂ, കപ്പലുകൾ ഓടിക്കൂ, എണ്ണ ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ തൃപ്തരല്ല. ഇസ്രയേൽ പറയുന്ന ഈ പണമെല്ലാം കൂടെ അവർക്ക് തിരിച്ചു കൊടുത്താൽ, ഇവരെണ്ണ വിറ്റ് പണം ഉണ്ടാക്കിയാൽ അത് ഹൂത്തികൾക്ക്, ഹിസ്ബുള്ളയ്ക്ക്, ഹമാസിന് ഈ പണം പോകും.
അപ്പോൾ മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷഭരിതമാകും എന്നുള്ള ആശങ്ക ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നലെയും ഇസ്രയേൽ ലബനോണ് കയറിലടിച്ചു. ലബനോണിനെ ആക്രമിക്കരുത് എന്നുള്ളത് ഇറാൻ്റെ ഒരു കണ്ടീഷനാണ്. അതും ഇതുമായിട്ട് ബന്ധമില്ല. ഞങ്ങൾ ലബനോണിനെ ആക്രമിക്കുന്നത് അവിടെയുള്ള ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ നിലപാട് ഞങ്ങൾ മുമ്പേ എടുത്ത നിലപാട്, ഈ യുദ്ധത്തിന് മുമ്പ് ലബനോണിൽ ആക്രമണം നടത്തും എന്നുള്ള ഞങ്ങളുടെ സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞ് ഇസ്രയേൽ പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് യുദ്ധത്തിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് ആലോചിക്കേണ്ടത്, യുദ്ധത്തിൽ ജയിച്ചത് അമേരിക്കയാണോ ഇറാനാണോ? അപ്പോൾ ഏതായാലും എൻ്റെ ഒരു വീക്ഷണത്തിൽ ഇത് ഇറാൻ്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രിയൻ തോന്നുന്നു ഇറാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. കാരണം ഇറാൻ നേട്ടങ്ങളെ നഷ്ടത്തിനേക്കാളേറെ ലാഭം വരുമ്പോഴത്തേക്ക് ഇറാൻ പിന്നെ എങ്ങനെയാണ് തോൽവി ഉണ്ടാകുന്നത്? തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച് നിൽക്കാനാവാത്ത അവസ്ഥ ഉണ്ടാവണം, ആയുധ നഷ്ടം ഉണ്ടാവണം, നേതാക്കളുടെ നഷ്ടം ഉണ്ടായി, ശരിയാണ്. പക്ഷേ അവർക്ക് വൻ ലാഭം ഉണ്ടാകുന്നു, അവരുടെ വിപണി തുറക്കുന്നു. ഇത്രയും കാര്യം യുദ്ധത്തിന് മുമ്പ് തുറന്നിട്ടില്ലായിരുന്നു, ഇപ്പോൾ തുറന്നു കിട്ടുകയാണ് വിപണി. അത് മാത്രമല്ല അവർക്ക് പണം, അവരുടെ 108 കോടി രൂപയാണ് ഹോർമുസിലൂടെ ഒരു കപ്പൽ കടന്നു പോകുമ്പോൾ ഈടാക്കാൻ പോകുന്നത് എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു നേരത്തെ. അതിൻ്റെ പങ്ക് എനിക്കൂടെ കിട്ടിയാൽ മതി എന്ന് ട്രംപ് പറയുന്നുണ്ട്. ട്രംപിനെ നമ്മൾ ലോകം 2029 വരെ, 2029 ജനുവരി വരെ ട്രംപിനെ സഹിക്കണം. ട്രംപിന് 80 വയസ്സായിപ്പോൾ. 80 വയസ്സെന്ന് വെച്ചാൽ ഇനി 83 വയസ്സ് ആവുന്നത് വരെ ട്രംപിനെ സഹിക്കണം. പക്ഷേ ഇത് ശാശ്വതമാണോ എന്നറിയില്ല. പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. ഓയിൽ ഈസ് ഓയിൽ, ഓയിൽ ഈസ് ഓൾവേസ് ഓയിൽ. ചിലരൊക്കെ പറയും ഇന്നത്തെ കാലത്ത് ഡാറ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് ചിലർ പറയാറുണ്ട്. ഡാറ്റയൊന്നുമല്ല, എണ്ണ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എണ്ണയാണ് യുദ്ധത്തിന് കാരണം. എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം, എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഡാറ്റ മാറി നിൽക്കട്ടെ, എണ്ണ ഒഴുകട്ടെ.